ഹലോ എവരിവൺ. അപ്പൊ നമ്മള് തേർഡ് ചാപ്റ്റർ ആണ് ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്, റിയാക്ടിവിറ്റി സീരീസ് ആൻഡ് ഇലക്ട്രോ കെമിസ്ട്രി. ഓക്കെ, അപ്പോൾ കഴിഞ്ഞ സെഷനിൽ നമ്മൾ റിയാക്ഷൻ ഓഫ് മെറ്റൽസ് വിത്ത് വാട്ടർ, റിയാക്ഷൻ ഓഫ് മെറ്റൽസ് വിത്ത് എയർ, ഈ രണ്ട് ടോപ്പിക്സ് ആണ് ഡിസ്കസ് ചെയ്തത്, റൈറ്റ്? അപ്പൊ നമ്മൾ നമ്മുടെ അടുത്ത ടോപ്പിക്കിലേക്കാണ് വരുന്നത്. ടോപ്പിക് ഇതാണ്, റിയാക്ഷൻ ഓഫ് മെറ്റൽസ് വിത്ത് ആസിഡ്സ്. ഓക്കെ, എങ്ങനെയാണ് മെറ്റൽസുമായിട്ട് മെറ്റൽസ് ആസിഡ്സുമായിട്ട് എങ്ങനെയാണ് റിയാക്ട് ചെയ്യുന്നത് എന്നുള്ള കാര്യമാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. ഓക്കെ, സോ ലെറ്റ്സ് ഗെറ്റ് ഇൻടു ദ സെഷൻ. ഓക്കെ, റിയാക്ഷൻ ഓഫ് മെറ്റൽസ് വിത്ത് ആസിഡ്സ്. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു പോയിന്റ് ആണ് ഞാനിവിടെ ആദ്യം പറയാൻ പോകുന്നത്. ആസിഡ്സ് റിയാക്ട് വിത്ത് മെറ്റൽസ് ടു ഗീവ് ഹൈഡ്രജൻ, അല്ലെ? ഈ പോയിന്റ് നമ്മൾ 7th പഠിക്കുന്നതാണ്, പ്രോപ്പർട്ടി ഓഫ് ആസിഡിൽ. ആസിഡ്സ് മെറ്റലുമായിട്ട് റിയാക്ട് ചെയ്ത് എന്ത് ഫോം ചെയ്യും? ഹൈഡ്രജൻ ഫോം ചെയ്യും. ഓക്കെ, അതേപോലെ തന്നെയാണ് നമ്മൾ ഇവിടെ പറയുന്നത് ഫസ്റ്റ് പോയിന്റ്. ഇതിപ്പോ ഏതൊരു മെറ്റൽ എടുത്താലും ആ ഒരു മെറ്റല് ആസിഡുമായിട്ട് റിയാക്ട് ചെയ്ത് എന്ത് ഫോം ചെയ്യേണ്ടതാണ്? ഹൈഡ്രജൻ ഫോം ചെയ്യേണ്ടതാണ്. ഓക്കെ, നമ്മളിതാ ഇവിടെ കുറച്ച് ആൾക്കാരെയാണ് ഇപ്പൊ എടുത്തിരിക്കുന്നത്. ആരൊക്കെയാണെന്ന് നോക്കാം. അയൺ, മഗ്നീഷ്യം, കോപ്പർ, ലെഡ്, സിങ്ക്. ഈ ഒരു 5 മെറ്റൽസിനെ നമ്മൾ ആരുമായിട്ട് ട്രീറ്റ് ചെയ്യാണ്? ഡൈല്യൂട്ട് HCl. ഓക്കെ, ഡൈല്യൂട്ട് HCl ആയിട്ട് ട്രീറ്റ് ചെയ്യാണ്. അപ്പൊ ഇതേ ഫസ്റ്റത്തെ കേസിൽ ആസിഡ് എല്ലായിടത്തും ഏത് തന്നെയാണ്? HCl തന്നെയാണ്. എല്ലാ കേസിലും ആസിഡ് HCl ആണ്. മെറ്റലായിട്ട് നമ്മൾ 5 എക്സാമ്പിൾസ് ആണ് എടുത്തിരിക്കുന്നത്: അയൺ, മഗ്നീഷ്യം, കോപ്പർ, ലെഡ് ആൻഡ് സിങ്ക്. ഇവിടെ എല്ലായിടത്തും ഹൈഡ്രജൻ ഫോം ചെയ്യുന്നുണ്ടോ എന്നുള്ളതാണ് നമ്മുടെ ചോദ്യം. അല്ലെങ്കിൽ എല്ലായിടത്തും ഒരുപോലെയാണോ ഹൈഡ്രജൻ ഫോം ചെയ്യുന്നത് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, അത് നമുക്കിതാ ഈ ഒരു ഫിഗറിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാവുന്നതാണ്. ഇവിടെ നോക്കും, മഗ്നീഷ്യവുമായിട്ടാണ് ഏറ്റവും നന്നായിട്ട് റിയാക്ട് ചെയ്യുന്നത്. അപ്പോൾ ഏറ്റവും റിയാക്ടിവിറ്റി കൂടുതൽ ആർക്കാണ്? മഗ്നീഷ്യത്തിനാണ്, റൈറ്റ്? ഇനി നോക്കൂ, പിന്നെ എവിടെയാണ് കമ്പാരിറ്റീവ്ലി തൊട്ട് താഴെ നിൽക്കുന്നത്? സിങ്കിന്റെ കേസിലാണ്. സിങ്കിന്റെ എവിടെയും അത്യാവശ്യം ബബിൾസ് ഫോം ചെയ്യുന്നുണ്ട്. അപ്പൊ ഈ ബബിൾസിന്റെ നമ്പർ ഓഫ് ബബിൾസ് ഫോംഡ് നോക്കിയിട്ടാണ് നമ്മൾ എങ്ങനെയാണ് ആ മെറ്റലും ആസിഡ് നമ്മൾ റിയാക്ട് ചെയ്യുന്നത് എന്നുള്ള കാര്യം പറയുന്നത്. മഗ്നീഷ്യത്തിന്റെ കേസിൽ ഒരുപാട് ബബിൾസ് ഫോം ചെയ്തു. അപ്പൊ നമ്മൾ എന്ത് പറഞ്ഞു? അവിടെയാണ് ഏറ്റവും നന്നായിട്ട് റിയാക്ട് ചെയ്തിരിക്കുന്നത്. ദെൻ സെക്കൻഡ് നമ്മൾ കണ്ട ഏതിലാണ്? സിങ്കിലാണ്. അപ്പൊ സിങ്കിലും അത്യാവശ്യം നന്നായിട്ട് തന്നെ ബബിൾസ് ഫോം ചെയ്തിട്ടുണ്ട്. എന്നാൽ മഗ്നീഷ്യത്തിന്റെ അത്ര ഇല്ല. ഓക്കെ, അപ്പൊ സെക്കൻഡ് പൊസിഷൻ ആർക്കാണ്? സിങ്കിനാണ്. പിന്നെ ആരാണ്? പിന്നെ വന്നിരിക്കുന്നത് അയൺ. തേർഡ് പൊസിഷനിൽ അയൺ ആണ് കാണുന്നത്. ദെൻ ഫോർത്ത് വണ്ണിൽ ആരാണ്? ലെഡ്. ആൻഡ് കോപ്പറിൽ ഒരൊറ്റ ബബിൾസ് പോലും ഫോം ചെയ്തിട്ടില്ല. ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണ്? കോപ്പറിൽ നോ ബബിൾസ് ഫോം, അതായത് അവിടെ ഹൈഡ്രജൻ ഫോം ചെയ്തിട്ടില്ല. നോ ഹൈഡ്രജൻ. ഓക്കെ, അതിന്റെ ഒരു റീസൺ, അതിന്റെ ഫർദർ എക്സ്പ്ലനേഷൻ നമ്മൾ വരും, അപ്പൊ നോക്കാം. ഓക്കെ, അപ്പൊ ഇവിടെ നിന്ന് നമുക്ക് മനസ്സിലാവുന്ന കാര്യം ഇത്രയേ ഉള്ളൂ. ആസിഡ്സ് മെറ്റൽസുമായിട്ട് കമ്പൈൻ ചെയ്ത് ഹൈഡ്രജൻ ഫോം ചെയ്യും. ഓക്കെ, പക്ഷെ പ്രൊവൈഡഡ് വൺ തിങ്, എന്താണ്? എല്ലാ മെറ്റൽസും ഒരുപോലെ അല്ല ആസിഡുമായിട്ട് റിയാക്ട് ചെയ്യുന്നത്. അതായത് ഒരേ ഇന്റൻസിറ്റിയിലല്ല അവിടെ ഹൈഡ്രജൻ ഫോം ചെയ്യുന്നത്. പറഞ്ഞ പോയിന്റ് ക്ലിയർ ആയോ? ആസിഡ്സ് മെറ്റൽസുമായിട്ട് കമ്പൈൻ ചെയ്ത് ഹൈഡ്രജൻ ഫോം ചെയ്യും, പക്ഷേ അവരുടെ റിയാക്ഷൻ ഡിഫറെന്റ് ആണ്. ദെയർ റിയാക്ടിവിറ്റി ഈസ് ഡിഫറെന്റ്. ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, അതായത് അയൺ ആസിഡും ഡൈല്യൂട്ട് HCl-ഉമായിട്ട് റിയാക്ട് ചെയ്യുന്ന അതേ ഇന്റൻസിറ്റിയിലല്ല മഗ്നീഷ്യം ഡൈല്യൂട്ട് HCl ആയിട്ട് റിയാക്ട് ചെയ്യാം. ഓക്കെ, ക്ലിയർ ആണ്? അപ്പൊ നമുക്ക് ഇനി അടുത്ത സ്ലൈഡിലേക്ക് പോവാം. യെസ്, ഇറ്റ് ഈസ് അണ്ടർസ്റ്റുഡ് ഫ്രം ദീസ് എക്സ്പെരിമെന്റ്സ് ദാറ്റ് മെറ്റൽസ് ഡിഫർ ഇൻ ദെയർ റിയാക്ടിവിറ്റി. അതായത് ഈ എക്സ്പെരിമെന്റിൽ നമുക്ക് മനസ്സിലായ കാര്യം എന്താണ്? മെറ്റൽസ് അവരുടെ റിയാക്ടിവിറ്റിയിൽ വാരി ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇനി ഞാൻ പറയാൻ പോകുന്ന കാര്യം ശ്രദ്ധിച്ചോളൂ. ഈ മെറ്റൽസിന്റെ റിയാക്ടിവിറ്റിനെ നമ്മൾ അവരുടെ ഡിക്രീസിങ് ഓർഡറിൽ അറേഞ്ച് ചെയ്ത് എഴുതിയാൽ നമുക്ക് കിട്ടുന്ന സീരീസിനെ വിളിക്കുന്ന പേരാണ് റിയാക്ടിവിറ്റി സീരീസ്. എന്താണ്? റിയാക്ടിവിറ്റി സീരീസ്. ദ സീരീസ് ഒബ്റ്റൈൻഡ് ബൈ arranging the metals in the decreasing order of their reactivity. അതാണ് ഇവിടെ സ്ട്രെസ് ചെയ്യുന്ന പോയിന്റ്, ഡിക്രീസിങ് ഓർഡർ ഓഫ് ദ റിയാക്ടിവിറ്റി. മെറ്റൽസിനെ അവരുടെ ഡിക്രീസിങ് ഓർഡർ ഓഫ് റിയാക്ടിവിറ്റിയിൽ അറേഞ്ച് ചെയ്ത് നമുക്ക് കിട്ടുന്ന സീരീസിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് എന്ത്? റിയാക്ടിവിറ്റി സീരീസ്. ഓക്കെ, റിയാക്ടിവിറ്റി സീരീസ് പഠിക്കണം. റിയാക്ടിവിറ്റി സീരീസ് ആണ് ഈ സൈഡിൽ കൊടുത്തിരിക്കുന്നത്. ആരൊക്കെയാണ്? പൊട്ടാസ്യം, സോഡിയം, കാൽഷ്യം, മഗ്നീഷ്യം, അലുമിനിയം, സിങ്ക്, അയൺ, നിക്കൽ, ടിൻ, ലെഡ്, ഹൈഡ്രജൻ, കോപ്പർ, സിൽവർ, ഗോൾഡ്. ഓക്കെ, ഇത് മുഴുവൻ ബൈഹാർട്ട് നമുക്ക് എഴുതാൻ കിട്ടണം, പക്ഷെ ബൈഹാർട്ട് ചെയ്യേണ്ട കാര്യമില്ല. അതിനൊരു കോഡ് ഉണ്ട്. കോഡ് പിടിച്ചോളൂ.
PSC നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് PSC. ഓക്കെ, PSC മസില് MAZIL അതാണ് മസില്. മസില് പിടിച്ചില്ല, അപ്പൊ ഇടയിൽ ഒരു ഇന്റ് എന്നും കൂടി ഇട്ടോട്ടാ. ഓക്കെ, മസില് CSG ഇതാണ് കോഡ്. PSC മസില് പിടിച്ചില്ല, മസിലിന്റെ CSG. എന്താണ്? P for potassium, C for sodium, sorry S for sodium, C for calcium, M for magnesium, A for aluminium, Z for zinc, I for iron, N for nickel, T for tin, and L for lead, C for copper, S for silver, and G for gold. അപ്പൊ ഇതാണ് എന്ത്? റിയാക്ടിവിറ്റി സീരീസ്. അപ്പൊ റിയാക്ടിവിറ്റി സീരീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെറ്റൽസിനെ അവരുടെ ഡിക്രീസിങ് ഓർഡർ ഓഫ് റിയാക്ടിവിറ്റിയിൽ അറേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന സീരീസിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുക? റിയാക്ടിവിറ്റി സീരീസ് എന്ന് വിളിക്കുക. റിയാക്ടിവിറ്റി സീരീസിന്റെ കോഡ് എന്താ? PSC മസിലിന്റെ CSG. ഓക്കെ, ഇനി ഈ CSGയുടെ മുകളിലായിട്ട് CSGയുടെ മുകളിലായിട്ട് ഒരു ഹൈഡ്രജൻ എന്ന് പറഞ്ഞ രണ്ടും കൂടി ഉണ്ട് കേട്ടോ. അതൊന്ന് സ്പെഷ്യലി ഓർത്ത് വെക്കേണ്ട ആളാണ്. CSGയുടെ മുകളിലായിട്ട് ആരുണ്ട്? ഹൈഡ്രജൻ ഉണ്ട്. ഓക്കെ അല്ലേ? ഇനി ഞാൻ പറയാൻ പോകുന്ന കാര്യം ഒന്ന് ശ്രദ്ധിച്ചോളൂ. ഇപ്പൊ നമുക്ക് റിയാക്ടിവിറ്റി സീരീസ് കിട്ടി അല്ലെ? റിയാക്ടിവിറ്റി സീരീസ് നമുക്ക് കിട്ടി, നല്ല കാര്യം. ഇതിനകത്ത് ഹൈഡ്രജന്റെ പൊസിഷൻ ദാ ഇവിടെയാണ്. ലെഡിനും കോപ്പറിന്റെയും ഇടയിലാണ് ഹൈഡ്രജന്റെ പൊസിഷൻ. ഞാൻ പറഞ്ഞു ഇത് എന്ത് ഓർഡർ ആണ്? ഡിക്രീസിങ് ഓർഡർ ഓഫ് റിയാക്ടിവിറ്റി ആണ്. മെറ്റൽസിനെ അതിന്റെ റിയാക്ടിവിറ്റിയുടെ ഡിക്രീസിങ് ഓർഡർ. അതായത് ഇവരെല്ലാം ഹൈ റിയാക്ടിവിറ്റി ഉള്ളവരാണ്. ഇവരെല്ലാവരും ഹൈ റിയാക്ടിവിറ്റി ഉള്ളവരാണ്. ആൻഡ് ഇവരുടെ റിയാക്ടിവിറ്റി കമ്പാരിറ്റീവ്ലി ലോ ആണ് അല്ലെ? എന്നാലല്ലേ ഡിക്രീസിങ് ഓർഡർ വരുള്ളൂ. അപ്പോൾ ഹൈഡ്രജനേക്കാളും റിയാക്ടിവിറ്റി കൂടുതലുള്ള ആൾക്കാരാണ് ഇവർ. അപ്പോൾ ഈ മെറ്റൽസ് ഹൈഡ്രജനുമായിട്ട് ഹൈഡ്രജൻ അല്ല, ആസിഡുമായിട്ട് റിയാക്ട് ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് ഹൈഡ്രജനെ ഡിസ്പ്ലേസ് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, അതായത് നമ്മൾ ആദ്യം പറഞ്ഞ പോയിന്റ് ഉണ്ട്, ആസിഡ് പ്ലസ് മെറ്റൽ വിൽ ഗിവ് യു ഹൈഡ്രജൻ. ഇത് ആർക്കാണ് ആപ്ലിക്കബിൾ ആയിട്ടുള്ളത്? ഇത്രയും മെറ്റൽസിലാണ് ഇത് ആപ്ലിക്കബിൾ ആയിട്ടുള്ളത്. കാരണം അവരുടെ റിയാക്ടിവിറ്റി ഹൈഡ്രജനേക്കാൾ കൂടുതലാണ്. സോ they react with the acids and displaces hydrogen. എന്നാൽ ഈ കുറച്ച് ആൾക്കാർ കോപ്പർ, സിൽവർ, ഗോൾഡിലെ ഹൈഡ്രജനേക്കാൾ റിയാക്ടിവിറ്റി കുറവാണ്. അപ്പോൾ അവർക്ക് എന്ത് പറ്റില്ല? അവർക്ക് ആസിഡ്സുമായിട്ട് റിയാക്ട് ചെയ്ത് അവിടെ ഹൈഡ്രജനെ ഡിസ്പ്ലേസ് ചെയ്യാനായിട്ട് പറ്റില്ല. നമ്മൾ ഇതിന് മുമ്പത്തെ സൈഡിൽ നമ്മൾ കോപ്പറും ഡൈല്യൂട്ട് HCl നമ്മൾ റിയാക്ട് ചെയ്തപ്പോൾ അവിടെ നോ ബബിൾസ് എന്നുള്ള ഒബ്സർവേഷൻ ആണ് കണ്ടത്, അല്ലെങ്കിൽ നോ ഹൈഡ്രജൻ എന്നുള്ള ഒബ്സർവേഷൻ ആണ് കണ്ടത്. ഇപ്പൊ മനസ്സിലായോ? കോപ്പറിന് ഹൈഡ്രജനേക്കാൾ റിയാക്ടിവിറ്റി കുറവാണ്, അല്ലെങ്കിൽ റിയാക്ടിവിറ്റി സീരീസിലെ കോപ്പർ ഈസ് പ്ലേസ്ഡ് ബിലോ ഹൈഡ്രജൻ. അപ്പോ കോപ്പറിനെ ആസിഡുമായിട്ട് കമ്പൈൻ ചെയ്ത് ഹൈഡ്രജനെ ഡിസ്പ്ലേസ് ചെയ്യാനായിട്ട് പറ്റില്ല. മനസ്സിലായോ പറഞ്ഞ കാര്യം? നമ്മൾ എന്തൊക്കെയായിരുന്നു പറഞ്ഞു? മെറ്റൽസ് ആസിഡുമായിട്ട് റിയാക്ട് ചെയ്ത് ഹൈഡ്രജൻ ഫോം ചെയ്യും. പക്ഷെ എല്ലാ മെറ്റൽസും ഒരുപോലെയല്ല. they react differently, അല്ലെങ്കിൽ their reactivity is different. ഓക്കെ, നമ്മൾ മെറ്റൽസിനെ അതിന്റെ ഡിക്രീസിങ് ഓർഡർ ഓഫ് റിയാക്ടിവിറ്റിയിൽ അറേഞ്ച് ചെയ്ത് നമുക്ക് കിട്ടുന്ന സീരീസിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുക? റിയാക്ടിവിറ്റി സീരീസ് എന്ന് വിളിക്കുക. റിയാക്ടിവിറ്റി സീരീസ് പഠിക്കണം. PSC മസിലിന്റെ CSG നമ്മൾ കോഡ്. ഓക്കെ, ഹൈഡ്രജൻ CSGയുടെ തൊട്ട് മുകളിലാണ്. അപ്പോ ഹൈഡ്രജന്റെ മുകളിലുള്ള ആൾക്കാർക്ക് ഹൈഡ്രജനേക്കാൾ റിയാക്ടിവിറ്റി കൂടുതലാണ്. അപ്പോൾ ആ മെറ്റൽസിനെ ആസിഡുമായിട്ട് റിയാക്ട് ചെയ്ത് ഹൈഡ്രജനെ ഡിസ്പ്ലേസ് ചെയ്യാൻ പറ്റും. എന്നാൽ ഹൈഡ്രജന്റെ താഴെയുള്ള ആൾക്കാർ, അതായത് കോപ്പർ, സിൽവർ, ഗോൾഡിന് എന്താണ്? ഹൈഡ്രജനേക്കാൾ റിയാക്ടിവിറ്റി കുറവാണ്. അവർക്ക് ആസിഡുമായിട്ട് കമ്പൈൻ ചെയ്ത് ഹൈഡ്രജനെ ഡിസ്പ്ലേസ് ചെയ്യാനായിട്ട് പറ്റില്ല. അപ്പൊ ഈ ഒരു റിയാക്ടിവിറ്റി സീരീസ് എടുത്തു കഴിഞ്ഞാൽ അതിനകത്ത് ഇത്രയും പേർക്ക് നമുക്ക് ജനറൽ ആയിട്ട് എന്ത് കൊടുക്കാൻ പറ്റും? ഇത്രയും പേർക്ക് നമുക്ക് ജനറൽ ആയിട്ട് പറയാം എന്താണ്? ഡിസ്പ്ലേസസ് ഹൈഡ്രജൻ. ഇവിടെ എന്താണ്? നോ ഡിസ്പ്ലേസ്മെന്റ് ഫോർ ഹൈഡ്രജൻ. ഇത്രയും പേർക്കാണ് ആസിഡ്സുമായിട്ട് കമ്പൈൻ ചെയ്ത് ഹൈഡ്രജൻ ഫോം ചെയ്യാൻ പറ്റുള്ളൂ. ഈ മൂന്നാൾക്കാർക്ക് ആസിഡുമായിട്ട് റിയാക്ട് ചെയ്ത് ഹൈഡ്രജൻ ഫോം ചെയ്യാനായിട്ട് പറ്റില്ല. ഓക്കെ അല്ലേ? ഇതാണ് റിയാക്ഷൻ ഓഫ് മെറ്റൽസ് വിത്ത് ആസിഡ്സ്. അപ്പൊ അടുത്ത സെഷനിൽ നമുക്ക് അടുത്ത ടോപ്പിക് കാണാം. ഓക്കെ, താങ്ക് യു.